കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം നടത്തിയ സമരത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് കെ.ടി. ജലീൽ പോയിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം യു.പിയിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ആ സന്ദർശനത്തിന്റെ ഫലമായി അദ്ദേഹം ഒരു ലേഖനം എഴുതുകയുണ്ടായി. മരണം മുന്നിൽ കണ്ട ഒരു യു.പി യാത്ര എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു കെ.ടി. ജലീലിന്റെ ലേഖനം. അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് നോക്കാം. നാൽക്കാലികൾക്കിടയിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്ന പാവങ്ങളുടെ ദുരിതങ്ങളോർത്ത് മനസ്സ് വേദനിച്ചു. ശ്രീരാമന്റെ ചിത്രം വെച്ചുള്ള വലിയ കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞ പാതയോരങ്ങൾ, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയം വിളിച്ചോതി, ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് മുകളിൽ ജയ് ശ്രീറാം മുദ്രണം ചെയ്ത ചെറുപതാകകൾ, നിറങ്ങളിൽ കാവി എങ്ങും ആധിപത്യം നേടിയ പ്രതീതി. കൊടികളെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി വിതരണം ചെയ്തതാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യമാകും. പട്ടിണി കൊണ്ട് വീർപ്പുമുട്ടുന്ന മനുഷ്യരെ ഇതരമത വിദ്വേഷത്തിന്റെ പുകമറയിൽ ഭ്രാന്തമായി പരിശീലിപ്പിക്കുന്ന രീതി വ്യാകുലപ്പെടുത്തി. വഴിമധ്യേ പലയിടങ്ങളിലും വാഹനം നിർത്തി ജനങ്ങളുടെ മനോഗതം അറിയാൻ ശ്രമിച്ചു. കണ്ടുമുട്ടിയവരോട് സുഖവിവരങ്ങൾ തിരക്കി. മുസ്ലിം ഹിന്ദു ഭിന്നിപ്പ് രൂക്ഷമാണെന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായി. യു.പിയിലെ ബി.ജെ.പി. ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾ വലിയ ഭയാശങ്കയിലാണ്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ വർഗീയ വികാരം കുത്തിവെക്കാൻ ഉതകുന്ന ചരിത്രവിരുദ്ധതയാണത്രേ പഠിപ്പിക്കുന്നത്. പഠനകാലത്തെ സഹോദര മതസ്ഥരായ സുഹൃത്തുക്കൾ പോലും കുറച്ചു വർഷങ്ങളായി അകലം പാലിക്കുന്ന കാര്യം ഹൃദയവേദനയോടെയാണ് പലരും പങ്കുവച്ചത്. ഹിറ്റ്ലർ ജർമ്മനിയെ പുനഃസൃഷ്ടിച്ച അതേ വഴിയാണ് സംഘപരിവാർ ഇന്ത്യയിലും അവലംബിക്കുന്നതെന്ന് അനുഭവം ദൃഢപ്പെടുത്തി. മുസ്ലിം പേരുള്ളവർക്ക് വീടുകളോ ഫ്ളാറ്റുകളോ വാടകയ്ക്ക് കൊടുക്കാൻ പോലും പലരും തയ്യാറാകാത്തതിന്റെ ഇരയാണ് താനെന്ന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ വിതുമ്പി. പ്രമുഖരായ നിരവധി മുസ്ലിം നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവങ്ങളും യു.പി സർക്കാർ പറഞ്ഞത് അമർഷം ഉള്ളിലൊതുക്കിയാണ്. പലരെ കൊണ്ടും കള്ളപ്പരാതി കൊടുപ്പിച്ചാണ് രാഷ്ട്രീയ എതിരാളികളെ ഭരണാധികാരികൾ നേരിടുന്നതത്രേ. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് പതിവായ സംസ്ഥാനമാണ് യു.പി. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പോലും ജാമ്യം ലഭിക്കാത്ത അവസ്ഥ. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മറവിൽ കൂടുതൽ ബുൾഡോസറുകൾ ഉരുളാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നാട്ടുകാരിൽ പലരും ആശങ്കപ്പെട്ടു. ഉൾഗ്രാമങ്ങളിലും തെരുവുകളിലും താമസിക്കുന്ന പലർക്കും ജനനരേഖകളില്ല. എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. പീഡികത്തിണ്ണകളിലും റോഡരികിലെ ടാർപോളിൻ ഷെഡുകളിലും പ്രസവിച്ചിടപ്പെട്ടവർക്ക് എന്ത് ജനന സർട്ടിഫിക്കറ്റ്? ഇക്കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് നാടുകടത്താൻ നിന്നാൽ ഉത്തരേന്ത്യ രണ്ടാം ഗാസയെ മാറുമോ എന്ന് ഭയപ്പെടുന്നവർ ധാരാളമുണ്ട്. പാർക്കാൻ വീടോ പറയാനൊരു മേൽവിലാസമോ ഇല്ലാത്ത നിരാലംബരെ പൗരത്വ രേഖകൾ ചോദിച്ച് ആട്ടി ഓടിക്കാനുള്ള നീക്കം ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളെക്കാൾ പരിതാപകരമാകും സ്ഥിതിയെന്ന് പ്രവചിക്കുന്നവരാണ് അല്പം വിവേകമുള്ള എല്ലാവരും. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിരക്ഷ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ക്യാമ്പുകൾ നരകതുല്യമാണെന്ന് ഉറപ്പ്. വഴിയെ പോകുന്നവനെ പിടിച്ചു നിർത്തി അടിച്ചും ഇടിച്ചും ജയ് ശ്രീറാം പറയിപ്പിക്കുന്ന ഏർപ്പാട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ പൊതുവിലും യു.പിയിൽ പ്രത്യേകിച്ചും വ്യാപകമാണ്. ചർച്ചുകളുടെ മുകളിലും മസ്ജിദുകളുടെ മുകളിലും കാവിക്കൊടി കെട്ടി ലക്കുകെട്ട ജനക്കൂട്ടം ആർത്തട്ടഹസിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ വൻതോതിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ബീഫിന്റെ പേരിലും കൊലകളും ആക്രമണങ്ങളും നിർദാക്ഷിണ്യം തുടരുകയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി അയോധ്യയിലാണ് രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജയും പ്രാണപ്രതിഷ്ഠയും നടത്തിയത്. ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിച്ചതും യു.പിയിൽ തന്നെ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ പൊളിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിലേക്ക് 1 മാസത്തെ ശമ്പളം വാഗ്ദാനം ചെയ്ത് അസമിൽ നിന്നുള്ള ബി.ജെ.പി. എം.എൽ.എ. ആണ്. പിടിച്ചടക്കുമെന്ന് സംഘപരിവാർ പ്രഖ്യാപിച്ച കാശിയിലെ ഗ്യാൻവാബി മസ്ജിദും മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദും യു.പിയിലാണ്. കെ.ടി. ജലീൽ നടത്തിയ യു.പി യാത്രയുടെ ഒരു സാരാംശമാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ. യു.പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കും അതുപോലെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിനോട് കാണിക്കുന്ന ക്രൂരതകളുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പല കുടുംബങ്ങളും ഇപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ്. പലരെയും ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കെ.ടി. ജലീലിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് നാളെ യു.പിയും ഗാസ പോലെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമാണോ യു.പി ഇത്തരത്തിലൊരു അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇതിനു മുമ്പും യു.പിയിലെ അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം തീർച്ചയായിട്ടും
യു പിയിൽ കൂടുതലായി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. യു പിയെ മാത്രമല്ല ഇന്ത്യയെ ഒന്നാകെ കാവ്യവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യു പിയിലെ മാത്രമല്ല കേന്ദ്രത്തിന് ആധിപത്യമുള്ള ഏതൊരു സംസ്ഥാനത്തിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. നാളെ കേരളത്തിനും സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് KT ജലീൽ തന്റെ ലേഖനത്തിലൂടെ ഇവിടെ തുറന്നു കാട്ടുന്നത്. ഇത്തരത്തിൽ നാളെ കേരളത്തിന് സംഭവിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ കേരളം ഭരിക്കുന്നത് LDF സർക്കാർ ആയതുകൊണ്ടും ഇവിടെ BJPക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിൽ UP പോലെ ഒരു അരാജകത്വത്തിലേക്ക് കേരളം പോകാതിരുന്നത്.